എന്താ അമ്മേ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സർപ്രൈസ് ഉണ്ടടാ. എന്നാ പിന്നെ വെച്ച് താമസിക്കാതെ പറയാമേ. അത് കേൾക്കാനുള്ള സർപ്രൈസ് അല്ല, കണ്ടറിയാനുള്ളതാ. അതെന്താ? എനിക്കുള്ള വല്ല ഗിഫ്റ്റ് വേണോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. എന്നാ പിന്നെ വേഗം ആവട്ടെ. അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിത്യയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? അവക്കൊരു തീയതി കുറിച്ചോ നീ? തീയതി കുറിച്ചാലും കാര്യം നടത്തിയെടുക്കാൻ തിരിപ്പാടാ. അല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പൊ ദേവിക മാത്രമല്ല, ആ ഹോം നേഴ്സ് വീണ്ടും മിലിയും നമുക്ക് തലവേനയാ. ദേവിക ഒതുക്കാനായിട്ട് ഞാൻ തന്നെ ഇട്ട ഐഡിയ ഹോം നേഴ്സ് ഇറക്കാന്നുള്ളത്. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോലെയായി എന്റെ അവസ്ഥ. തളർന്നു നടക്കുന്ന നിത്യക്ക് ഈടം വലം കാവലായി. അവളുമാർ രണ്ടും ഭയങ്കര ഐക്യോ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ഹോം നേഴ്സിനെ പുറത്താക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് നടക്കത്തില്ല. അവള് എല്ലാവരും കയ്യിലെടുത്തിരിക്കുക. എന്നെ അവക്ക് അത്ര പത്തിയോ അല്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ നമുക്ക് അകത്താക്കിയാലോടാ. അവളുടെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാക്കി പിടിച്ചകത്തിടാനാണോ ജയിലില്? അങ്ങനെയല്ലടാ, നമ്മുടെ കോട്ടയ്ക്കകത്തേക്ക് അവളെ കൊണ്ടുവന്നാലോ? ഏയ്, അത് നടക്കത്തില്ല. അവള് വരത്തില്ല. എപ്പോഴേ വന്നു കഴിഞ്ഞു. നീയൊന്ന് തിരിഞ്ഞു നോക്കി. അല്ല, ഇവളെന്താ ഇവിടെ? ഇവള് നമ്മുടെ ആളാ. ഏജൻസി വഴി ഹോം നേഴ്സായിട്ട് ഇവളെ അങ്ങോട്ട് വിട്ടത് ഞാൻ തന്നെയാ. കുറച്ചു ദിവസം അവിടെ വന്നെന്ന് എല്ലാവരുടെയും വിശ്വാസം പിടിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു. എന്റെ അമ്മേ, എന്നിട്ട് എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. അത് മനഃപൂർവ്വമാടാ. എവിടെയെങ്കിലും ഒരു നാവ് പിഴച്ചാൽ അതോടെ നമ്മുടെ പദ്ധതികളെല്ലാം പാളും. അതുണ്ടാകാതിരിക്കാൻ ഒരു മുൻകരുതൽ. ഇനി വേണ്ടത് മിലി ചെയ്തോളൂ. ആ, ഇനിയിപ്പൊ പണി എളുപ്പമായി. രാത്രിയിലെ മിലി നിത്യം മാത്രമേ മുറി കാണൂ. അപ്പോ അവളുടെ മൂക്കും വായും ചേർത്തൊന്ന് പൊത്തിപ്പിടിച്ച പോരെ? അൺനാച്ചുറൽ ഡെത്ത്, പോസ്റ്റ്മോർട്ടം, ഇതൊന്നും വരാത്ത രീതിയിലുള്ള ഒരു മരണമായിരിക്കണം നടക്കേണ്ടത്. അതിനെന്ത് ചെയ്യണമെന്ന് മിലിക്കറിയാം. നീ അതിനുവേണ്ടി ഒരു കള ഒരുക്കി കൊടുത്താൽ മതി. അത് ഞാൻ ഏറ്റു. എന്നാലും എന്റെ അമ്മേ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെ. ഇനി ധൈര്യമായിട്ടൊരു ഷേക്കാണ്ട് തരാമല്ലോ അല്ലേ? പിന്നെന്താ? പക്ഷേ അവിടെ വീട്ടില് ശരത്തേട്ടനും ഞാനും തമ്മില് സൗഹൃദം കാണിക്കരുത്. ഒരു ചിരി പോലും മുഖത്ത് വരരുത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? മുതലക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണോ? അഭിനയത്തിന്റെ കാര്യത്തിൽ എന്നെ കഴിഞ്ഞേ ഉള്ളൂ ആരും. ഞാനേ നല്ല ഒന്നാമതൊരു നടനാ. അതെനിക്കറിയാം.